ഷാർജയിൽ താമസിച്ചിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നവര് ഈ ട്രാഫിക് എങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് പോവാണ്. ഏകദേശം 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. പക്ഷെ 1.5 മണിക്കൂർ ടൈം കാണിക്കുന്നത്. അപ്പം വല്ലപ്പോഴൊക്കെ ഇത് കിട്ടുമ്പോൾ ഓക്കെ. ബട്ട് എവറി ഡേ ഇത് അനുഭവിക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അതും എല്ലാ ദിവസവും നമ്മൾ രാവിലെ ചിലരൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. 9 മണിക്ക് ഓഫീസിലെത്താൻ വേണ്ടി രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്താൻ വേണ്ടി 2-2.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. നമ്മൾ ഓഫീസിലെ വർക്കും പ്രഷറും സ്ട്രെസ്സൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി പോകുന്നത് 2-2.5 മണിക്കൂർ ട്രാഫിക് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കേ. അതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ദിവസം 5 മണിക്കൂർ ട്രാഫിക്കിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇതൊരു മാസം ആവുന്ന സമയത്ത് ഏകദേശം ഒരു 100-125 മണിക്കൂർ ട്രാഫിക്കിൽ, അതായത് ഒരു 5 ദിവസത്തോളം ട്രാഫിക്കിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. നമ്മളിനി ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 മാസം ട്രാഫിക്കിലാവുന്നത്. 5-6 വർഷമായിട്ട് ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തോളമുള്ള ടൈം ട്രാഫിക്കിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കേണ്ട ക്വാളിറ്റി ടൈമാണ് നമുക്ക് ട്രാഫിക്കിൽ മിസ്സാകുന്നത്. പലരും പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ദുബായിൽ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് ദുബായിൽ അപ്പാർട്ട്മെന്റ് എടുക്കുന്ന പ്രൈസിന് ഷാർജയിൽ ടൗൺ ഹൗസ് കിട്ടുമല്ലോ, വില്ല് കിട്ടുമല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കേണ്ട ടൈമാണ് നമ്മളിവിടെ ട്രാഫിക്കിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയിപ്പം ദുബായിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോജക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ദുബായിൽ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ റേറ്റിലുള്ള പ്രോജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. നല്ല പേയ്മെൻറ്റ് പ്ലാനിൽ വരുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ബയോയിലും വീഡിയോയിലും നമ്പർ കൊടുക്കും, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ ഒരു ട്രാഫിക് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. വല്ലപ്പോഴും പോകുമ്പോൾ പോലും ഇത്രയും ട്രാഫിക് കാണുന്ന സമയത്ത് ഇതെങ്ങനെ എല്ലാ ദിവസവും പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു നൈറ്റ് മെയർ പോലെയൊക്കെ തോന്നുകയാണ്.